ഹലോ ഗായ്സ്, നമ്മൾ ഇറ്റലിയിലാണ് കേട്ടോ. നല്ല തണുപ്പാണ് ഗായ്സ്, -5 ഡിഗ്രി. അതേപോലെ സ്നോഫാൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല രീതിയിൽ സ്നോഫാൾ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് ഐഫോൺ അല്ല, ഓപ്പോയുടെ K13 ആണ്. ഐഫോൺ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് സ്നോ വിൽക്കുന്നത് അറിയാൻ പറ്റിയിരുന്നു. നല്ല രീതിയിൽ സ്നോയും വിൻഡും ഉണ്ട് ഗൈസ്. അപ്പം മൊത്തത്തിലൊരു മുഖമായ കാലാവസ്ഥയും ആണ് കേട്ടോ. നമുക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് പ്രശ്നം തോന്നില്ല. നമുക്കിത് അൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കർട്ടൺ അയക്കാനുണ്ടാവും, അതേപോലെ ബെൽറ്റ് അയക്കാനുണ്ടാവും. ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നുള്ളതാണ് ചോദ്യം. പുറത്തിറങ്ങുക എന്ന് പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയും തണുപ്പാണ്. വണ്ടീൻ്റെ അകത്ത് നമുക്ക് റണ്ണിങ്ങിൽ ഹീറ്റർ ഉള്ളത് കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഫുള്ളായിട്ട് സ്നോ ഇങ്ങനെ ഫാൾ നിന്നുകൊണ്ട് കണ്ടോ. വീഡിയോയിൽ എത്ര രീതിയിൽ വിഷ്വൽ എഫക്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇതൊരു റിവറാണ്. റിവറൊക്കെ ഫ്രോസൺ ആയി തുടങ്ങി. നല്ല രീതിയിൽ ഫാളുണ്ട്. കണ്ണാടിയിൽ വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇറ്റലി കേട്ടോ, ഇറ്റലി. ആകാശമൊക്കെ ആകെ മൂടൽ അടിച്ച് നിൽക്കുക കേട്ടോ. ഒരു വെയിലില്ല സത്യം പറഞ്ഞാൽ. ഫാള് നമ്മളെ കണ്ണിലേക്ക് അടിക്കുന്നത് പോലെ ഫീൽ ചെയ്യും നമുക്ക്, തരിയായിട്ട്. പക്ഷേ ഫോണിലത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ഐസാണ് കേട്ടോ. ഐസിൽ മൂടപ്പെട്ടുണ്ട് വീടുകളൊക്കെ. നമുക്കൊരു ലോങ് വ്യൂ ഒന്നും ഇല്ല ഇപ്പം. മുന്നിലൊക്കെ വണ്ടിയുടെ ലൈറ്റും കാര്യങ്ങളും കണ്ടാൽ മാത്രമേ നമുക്ക് ലോങ് വ്യൂ ഒക്കെ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൈഡ് വ്യൂ ഇതാണ് ഗൈസ്. വീടൊക്കെ ഉള്ള സ്ഥലങ്ങളാട്ടോ. വീടിൻ്റെ മുകളിലൊക്കെ നല്ല സ്നോയായിട്ട് ഇതാണ് റിവർ ഗൈസ്. റിവർ കണ്ടോ നിങ്ങൾ? സ്നോയിൽ ഏകദേശം തണുത്തുറയ്ക്കാനായിട്ടുണ്ട് ഗൈസ്. വെള്ളം പോകുന്നത് ചെറിയ രീതിയിലാണ്. നല്ല രീതിയിൽ കട്ടിയുള്ള ഫാളായി വരുന്നുണ്ട് ഗൈസ്. നമ്മുടെ ഗ്ലാസ്സിൽ വന്നിട്ടാണ് അലിഞ്ഞു പോകുന്നത് കേട്ടോ. ഗ്ലാസിൻ്റെ മുകളിൽ വന്ന് അടിച്ചിട്ട് പിന്നെയാണ് അലിഞ്ഞു പോകുന്നത് സ്നോ. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ട് കുറച്ചും കൂടി കട്ടിയുള്ള സ്നോ ആയിട്ട്. നമുക്ക് ഇനിയുമുണ്ട് 100-110 കിലോമീറ്റർ കേട്ടോ. അടുത്ത ടണൽ വരുന്നു. ടണൽ വരുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് കേട്ടോ. ടണലിൻ്റെ അകത്ത് നമുക്ക് ചൂടും ആളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് ടണലെത്താൻ നേരത്ത് നമുക്ക് ക്യാമറ ഉണ്ടാവും. എല്ലാ ടണലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ക്യാമറ ഉണ്ടാവും. ടണലിൻ്റെ അകത്ത് നമ്മളെ സ്പീഡ് എന്ന് പറയുന്നത് 60 കിലോമീറ്ററാണ്. പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ടാവും. 3.5 ടൺ കൂടുതലുള്ളത് നമുക്ക് എത്രയാണ്? 60. ഇവിടെ നമുക്ക് 80 ഇല്ല, 60 തന്നെയുള്ളൂ ബസ്. ചില സ്ഥലത്ത് നമുക്ക് 80 ഉണ്ട് കേട്ടോ. ഇതിൽ പക്ഷേ ഇവിടെ 60 തന്നെയുള്ളൂ. ആണ് മറ്ററിയില്ല 60. ഇവിടെയാണ് ക്യാമറ ഉണ്ടാവുക. സ്റ്റാർട്ടിങ്ങിൽ ഈ 3 ക്യാമറയാണ്.